അതെ, ഇപ്പോൾ ഇവിടെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ പ്രയത്നം എന്നൊക്കെ പറഞ്ഞ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. കാരണം ഇപ്പം സോഷ്യൽ മീഡിയ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പം സോഷ്യൽ മീഡിയ കൂടെയാണ് നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ മദ്യം, ലഹരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ ചെറിയ കുട്ടികൾ, ഈവൻ 18 താഴെ ഏജുള്ള ആളുകൾ പോലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവരെ ഈ പറയുന്ന പോലെ പോലീസ് അവരെ പിടികൂടി അവർക്ക് ഒരു അവയർനെസ് കൊടുത്ത് അതിൽ നിന്ന് അവരെ വിമുക്തമാക്കുന്ന രീതിയിൽ ഈ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണുന്ന ആളുകൾക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇതിൻ്റെ എന്താ പറയുക, സൈഡ് എഫക്ട്സുകൾ ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനത്തെ ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനെതിരെ നമ്മൾ സൊസൈറ്റി തന്നെ ഒരു എന്താ പറയുക, ഒരു മാറ്റം എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റും കൂടി ഒത്തുചേർന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. അത് ഈ ലഹരിക്ക് അടിമപ്പെട്ട് പോകാതിരിക്കാൻ, അത് യൂസ് ചെയ്താലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ എത്രത്തോളം ആളുകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ആക്ച്വലി. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പോൾ ഒരു വർഷം ഏകദേശം ഒരു 30,000-ഓളം NDPS കേസസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ കൂടുതൽ പേരും ഇത് ഉപയോഗിക്കുന്നവരും കച്ചവടക്കാരും ഒക്കെ തന്നെയാണ്. ഇവരെ ഒരു കേസിൽ കുടുക്കി റിമാൻഡിൽ കൊണ്ടുപോയിട്ടിട്ട് ജാമ്യം എടുത്ത് പുറത്തിറങ്ങി ഒരു കേസുമായിട്ട് നടന്നാൽ ഇവർ ശരിയാവോ? അത് തോന്നില്ല. അവരുടെ ലൈഫ് വെറുതെ സ്പോയിൽ ചെയ്ത് കുറേ ടൈം പോകുന്നല്ലാതെ. ഇപ്പം യൂസ് ചെയ്തവർ യൂസ് ചെയ്തു, പക്ഷെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് സൈഡ് എഫക്ട്സ് എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇനി വരുന്ന, അതായത് ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പം ഇവരെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്യാട്രിക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാതെ അവരെ വെറുതെ ജയിലിൽ നിന്നൊക്കെ എടുത്തിട്ട് പുറത്തിട്ട് കഴിഞ്ഞാൽ അവർ നന്നാകുന്നതിനേക്കാളും വഷളാവാൻ സാധ്യതയില്ലേ? ദർ ഇസ് എ ചാൻസ്. ഒന്നാമത് അവരുടെ പ്രൊഫൈല് സൊസൈറ്റിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതിന് കാരണം മീഡിയയും കൂടെ അല്ലേ? ഡെഫിനറ്റ്ലി. പക്ഷേ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പം ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് ബ്രോ ഇത് തെറ്റാണെന്ന് പറയുന്ന സമയത്ത് അവരിൽ സ്വയം ഒരു മാറ്റം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവാനാണ് ഞാൻ കാണിച്ചത്. ഈ മീഡിയയിൽ ഇട്ട് നാറ്റിച്ചു കഴിഞ്ഞാൽ അവരെ എപ്പോഴും അങ്ങനെയല്ലേ എല്ലാവരും കാണത്തുള്ളൂ. പിന്നെ അത് മെന്റാലിറ്റി, ഡിപ്പെൻസ് ഓൺ മെന്റാലിറ്റി. ചില ആൾക്കാർ ഇപ്പോൾ സൊസൈറ്റിയിൽ അവരിങ്ങനെ നാണം കെടുത്തുന്ന രീതിയിൽ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ ചിലവർ ഡിപ്രഷൻ ആവാറുണ്ട്, ചിലവർ സൂസൈഡ് അറ്റംപ്റ്റ് നടത്താറുണ്ട്, ചില ആൾക്കാർ സ്വയം നന്നാവാറുണ്ട്. എനിക്ക് തോന്നുന്നുണ്ടോ ഒരു അഡിക്റ്റ് അങ്ങനെ സ്വയം നന്നാകാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഉള്ള ആളാണ്? റെയർ കേസസിൽ അങ്ങനെ സംഭവിക്കാറില്ലേ? അതൊരു അഡിക്റ്റ് ആവാൻ സാധ്യത ഉണ്ടാകത്തില്ലല്ലോ. അഡിക്ഷൻ ഇല്ല. ഒരു അഡിക്ഷനെ ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല നോർമലായിട്ട് അയാൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നത് ട്രീറ്റ്മെന്റ് ഇല്ലാതെ. ഇല്ല, ട്രീറ്റ്മെന്റ് ഡെഫിനറ്റ്ലി വേണം. കാരണം അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പീക്കിലാണ് നിൽക്കുന്നത്. വേറെ കാര്യം പറയട്ടെ, ഇനിയിപ്പോൾ അയാൾ കഞ്ചാവടി അങ്ങ് നിർത്തിയിട്ട് കള്ളൂടി തുടങ്ങിയാൽ എന്ത് ചെയ്യും? അതിലും സൈഡ് എഫക്ട്സുകൾ ഉണ്ടല്ലോ. അത് ലീഗലാണല്ലോ. ലഹരി ഏതാണെങ്കിലും നമ്മളുടെ ബോഡിക്ക് ഹാംഫുൾ ആവുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യരുത്. അത് മദ്യമാണെങ്കിലും ബോധവൽക്കരിക്കാനും പറ്റും. പക്ഷെ പിടിച്ചുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം, കൗൺസിലിംഗ് കൊടുക്കണം, റീഹാബ് ഒക്കെ കൊടുക്കണം. അല്ലാതെ ഇവരെ ഇങ്ങനെ ജയിലിൽ കൊണ്ടിട്ടു വലിയ കുറ്റവാളിയായിട്ട് ട്രീറ്റ് ചെയ്താലുണ്ടല്ലോ അവർ കുറച്ചുകൂടി മോശമാകാനുള്ള സാധ്യതയല്ലോ. ഡെഫിനറ്റ്ലി അത് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം അവർ ഓൾറെഡി വേറൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന, ഇപ്പം ലഹരിയൊക്കെ ഉപയോഗിച്ച് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ഞാൻ ബ്രോ ഇത് യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടി കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. പകരം അവരുടെ ആ ഒരു വേവ് ലെങ്ത്തിൽ, തോട്ടിൽ, അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി, അവരെങ്ങനെ ഇത് യൂസ് ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന, അങ്ങനത്തെ അവരുടെ ഹിസ്റ്റോറിക്കൽ ഈ ഡ്രഗ് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ. ആ കാര്യങ്ങൾ അവരുടെ മെൻറ്റാലിറ്റി ആയിട്ട് ചേർന്ന് പോകുന്ന ആരെങ്കിലും ആയിട്ട് സംസാരിച്ച് കൗൺസിലിംഗ് കൊടുത്ത് ആ രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഇപ്പം ഞാനൊരു കാര്യം ചോട്ടെ, ഇപ്പം തനിക്ക് ഇപ്പോൾ ഒരു ആൽക്കഹോള്, കഞ്ചാവ്, MDMA ഇങ്ങനെയുള്ള സാധനം കിട്ടിയാൽ തൻ്റെ കൈവശം കിട്ടുമെന്ന് വിചാരിച്ചു, അല്ലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി ഇരുന്ന് അടിക്കുക, ഇത് കണ്ടാൽ താൻ അടിക്കുമോ? ഇല്ല, അങ്ങനെ അടിക്കത്തില്ല. പക്ഷെ ഞാൻ അടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുകൊണ്ട് പക്ഷെ എനിക്ക് അഡിക്ഷൻ ഉണ്ടായിട്ടില്ല. ഇല്ല. നമ്മൾ എന്തും നമ്മളെടുത്ത് ഇപ്പം എന്താ പറയാ, ഞാനൊരു പ്രായത്തിൽ എനിക്ക് ചെറുപ്രായത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത്. പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്തല്ലാതെ എനിക്ക് ഇതിന് അഡിക്ഷനും ഇല്ല, ഡിപ്പെൻഡൻസും ഇല്ല, താല്പര്യവും ഇല്ല. നമ്മളുടെ ഒരു അഡൽഹുഡിൽ നമുക്ക് അഡൽഹുഡിലല്ല സംഭവിച്ചത്. ഓക്കെ, വാട്ടെവർ ട്രൈ ചെയ്ത് നോക്കാൻ തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഡോണ്ട് ബി അഡിക്റ്റഡ് ടു എനിത്തിങ്. അതാ പറഞ്ഞത്. അപ്പൊ അഡിക്റ്റ് ആവുന്ന ഒരു പ്രത്യേകതരം സൈക്യാട്രിക് ഡിസോർഡർ ഉള്ളവരാകാൻ ചാൻസ് ഇല്ല. കൗൺസിലിംഗ് കൊടുക്കണം. അവരുടെ ചിലപ്പം പോലീസുകാർ അവരുടെ അടുത്ത് ചോദ്യം ചെയ്താൽ പറയണമെന്നില്ല, പക്ഷെ അവരുടെ അടുത്ത് ഫ്രണ്ട്ലി, അവരുടെ മൈൻഡ് സെറ്റ് അറിയുന്ന ഒരാളുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അവർ കുറച്ചും കൂടി. പേരൻസിന് നല്ല റോളില്ലേ?
ഡെഫിനറ്റ്ലി ഉണ്ട്. ഇവിടുത്തെ ഒരു മറ്റേ പേരന്റിങ് ശരിയല്ലാത്തത് കൊണ്ടും ഇവിടുത്തെ സ്കൂളിൽ കുട്ടികൾക്ക് എങ്ങനെയാ കഞ്ചാവ് കിട്ടുന്നത്? അപ്പോൾ കൂട്ടുകെട്ട് തന്നെയാണ് മോസ്റ്റ്. കൂട്ടുകെട്ടല്ല, അവിടെ അങ്ങനത്തെ കച്ചവടക്കാർ വരുന്നുണ്ട്. പോലീസിന്റെ അനാസ്ഥയല്ലേ? അവർക്കത് യൂസ് ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, സ്കൂളിൽ കിട്ടുന്നത് ഉറപ്പായിട്ടും അത് പോലീസിന്റെ അനാസ്ഥയായിട്ടല്ലേ വരാൻ പറ്റത്തുള്ളൂ. പോലീസിന്റെ അനാസ്ഥ ഞാൻ പോലീസുകാരെ ഇതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോലീസുകാരെ മാത്രമേ കുറ്റം പറയാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ യോജിക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് പറയട്ടെ. അതായത് ഇപ്പൊ നമ്മളിവിടെ പിടിക്കപ്പെട്ടില്ലേ കുറെ പേരെ, അവരൊക്കെ റിച്ച് ആണോ പുവർ ആണോ? അതായത് അവരുടെ ഒരു നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ സൊസൈറ്റിയുടെ മുന്നിൽ കാണിക്കുന്നത് പൂർണ്ണ മാത്രമാണ്. മാത്രം കാണിക്കുന്നതല്ല, ഈ പുവറിനെ ഈ ടീമിലുള്ള ആളല്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ പാവപ്പെട്ടവരായിരിക്കും ഈ കഞ്ചാവ് കച്ചവടം എന്നൊക്കെ പറഞ്ഞ പോലത്തെ അവസ്ഥയിലോട്ടൊക്കെ പെടുന്നത്. അവർ ഒരടിക്ക് അഡിക്റ്റ് ആയി കാണും. അവരുടെ കയ്യിൽ എങ്ങനെ ഇത് എത്തുന്നത്? അങ്ങനെയാണ് ത്രൂ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം മേ ബി അവരെക്കാളും സീനിയർ കച്ചവടക്കാര് അവരിലേക്ക്, അതായത് ഏറ്റവും ഔട്ടർ ലെയർ ആയി കാണുന്നത് അത് ഈ പാവപ്പെട്ടവരായിരിക്കും. അവർ അഡിക്ട്സ് ആയിരിക്കാം. അവരെ പിടിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? അവരെയൊക്കെ ഈ പോലീസുകാർ നിർത്തിയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ടില്ലേ? ന്യൂസിലൊക്കെ കാണുന്ന ആൾക്കാർ. അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ തോന്നുന്നത്? ഒരു വല്ലാത്തൊരവസ്ഥ. അവരൊരു എഡ്യൂക്കേറ്റഡ് ആവാൻ ചാൻസ് ഇല്ല, അവർക്ക് പൈസ ഉണ്ടാകത്തില്ല, കുറച്ച് അഡിക്റ്റ് ആയിട്ട് ക്രാക്ക് പോലെ തോന്നും. ഇവരെയല്ലേ പിടിക്കുന്നേ? അവരുടെ കൈ വരെ എങ്ങനെ ഇതെത്തിയത്? ഇത് പോലീസിന്റെ തന്നെ അനാസ്ഥ കൊണ്ടല്ലേ അതെല്ലാം അവിടെ വരെ എത്തിയത്. അല്ലാതെ കേരളത്തിൽ തോട്ടം ഉണ്ടെന്നൊരു വാർത്ത കണ്ടിട്ടുണ്ടോ? തോട്ടം? കഞ്ചാവ് തോട്ടം കേരളത്തിലോ? വാർത്ത കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പൊ കേരളത്തിൽ തോട്ടം ഇല്ല, അതുകൊണ്ടാണ് അവരെ തോട്ടം കത്തിക്കാൻ പറ്റാതെ പോകുന്നത്. അപ്പൊ ഇത് ബോർഡർ കടന്നാ വരുന്നേ. ഒരു ഒപ്പീനിയൻ പ്രകാരം ഇത് യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാത്തവർ ഇല്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സ്വയം ഹാംഫുൾ ആവാനും വേറൊരാളെ ഇത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യരുത്. നിങ്ങളിത് യൂസ് ചെയ്യൂ ബ്രോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ചെയ്തു പോയ ആൾക്കാർ വേറൊരാളെ ഫോഴ്സ് ചെയ്യരുത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇത് ബോർഡർ കടന്ന് വരണമെന്നുണ്ടെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി വീക്കാ. AI ക്യാമറ, എക്സൈസ്, വിജിലൻസ്, മറ്റേ ഇവര് ടാക്സ്, എല്ലാ ടീമുണ്ട്, MVD എല്ലാവരും ഇവിടെ റോഡിലുണ്ട്. ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് ഒക്കെ ഒത്തിരി പിടിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അതൊന്നും അവരൊന്നും കാണാതെ അത് ഈ പാവപ്പെട്ടവന്റെ അടുത്ത് വരെ എത്തുന്നത്? സ്കൂൾ പിള്ളേരുടെ അടുത്ത് വരെ എത്തി. അതില് ഈ പറയുന്ന പോലെ നമ്മുടെ ലീഗലി ഉള്ള പ്രശ്നമുണ്ട്. അത് അവരുടെ അനാസ്ഥയാവാം, കഴിവില്ലായ്മയാവാം, കറപ്ഷൻ ആവാം. ഈ 3 കാരണങ്ങളല്ലേ? ചാൻസ് അവരുടെ ആ സൈഡിലുണ്ടായ കറപ്ഷനോ അവരുടെ കഴിവില്ലായ്മയോ അതോ അവരുടെ അനാസ്ഥയോ കൊണ്ട് സംഭവിച്ചതിന് ഈ പാവപ്പെട്ടവരെ പിടിച്ചു നിർത്തി വീഡിയോ ഇട്ട് അവരുടെ ജീവിതം തകർക്കണം എന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല, അങ്ങനെ വേറൊരാളുടെ ലൈഫ് നശിപ്പിച്ചിട്ടൊന്നും ഒരു രീതിയിൽ ചെയ്യുന്നത് ശരിയായിട്ട് വരത്തില്ല. അയാൾക്കൊരു ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരാളെ ഇൻസൾട്ട് ചെയ്താൽ നന്നാവോ? ഇല്ല, ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ നാറി. ഇനിയിപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ് വരുമല്ലോ ആളുകൾക്ക്. അപ്പം അതിനേക്കാളും ബെറ്റർ അവനെ പ്രൈവറ്റ് ആയി വിളിച്ച് അവന് വേണ്ട രീതിയിൽ അവന്റെ ഹിസ്റ്ററി അറിഞ്ഞ് അവന്റെ വേവിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് കൗൺസിൽ ചെയ്യിപ്പിക്കാം. കൗൺസിലിംഗ് നിർബന്ധമായിട്ടും വേണം. പക്ഷെ ഞാൻ പിന്നെ ഒരു കാര്യം പറയട്ടെ, സ്കൂൾ കുട്ടികൾ അവർക്ക് ഈ സാധനം കിട്ടിയാൽ അവരെങ്ങനെ ഉപയോഗിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ഈ സാധനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്ത കണ്ടപ്പോൾ മനസ്സിലാവുന്നത് ഇവിടുത്തെ പോലീസിന്റെ അനാസ്ഥയാണ്. കാരണം എന്നാണെന്നറിയോ? സകല കഞ്ചാവ് കച്ചവടക്കാരെയും പോലീസുകാർക്ക് അറിയായിരിക്കും. അവൻ ആ പ്രദേശത്ത് വന്നാൽ പിടിക്കണം. അവിടെ ഫുൾ ടൈം ഡ്യൂട്ടിക്ക് ആള് വേണം. അല്ലാതെ ഓപ്പറേഷൻ തൂഫാൻ എന്നും പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല പോയി ഈ പെരുമ്പാവൂരിൽ നിന്ന് പ്രസംഗിച്ചതിനേക്കാളും ബെറ്റർ അതായിരിക്കത്തില്ലേ? ബ്രോ കട്ട്. ഓക്കെ.